ഷെലിൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മാംഗോ കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. 5 ഗ്രാം ചൈനാഗ്രാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുതിർത്തി വെക്കാം. 2 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്, ചെറുതായി മുറിച്ച്. മിക്സിയുടെ ജാറിലേക്ക് പഴുത്ത മാങ്ങ ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത മാങ്ങയായിരിക്കണം എടുക്കേണ്ടത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. പുഡിംഗ് മോൾഡിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് എല്ലാ സൈഡിലേക്കും നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇപ്പൊ എല്ലാ സൈഡിലേക്കും നന്നായി ഗ്രീസായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. പാനിലേക്ക് കുതിർത്തി വെച്ച ചൈനാഗ്രാസ് ചേർക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മാങ്ങാ മിശ്രിതം ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പുഡിംഗ് മോൾഡിലേക്ക് ഈ മാങ്ങാ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ സെറ്റാക്കാം. 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 5 ഗ്രാം ചൈനാഗ്രാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുതിർത്തി മാറ്റി വെക്കാം. മിക്സിയുടെ ജാറിലേക്ക് ചിരവിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങയുടെ 1/4 പാൽ കിട്ടിയിട്ടുണ്ട്. പാനിലേക്ക് കുതിർത്തി വെച്ച ചൈനാഗ്രാസ് ചേർക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ചൈനാഗ്രാസ് ഒക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് തേങ്ങ വെള്ളം ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. മധുരം ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച തേങ്ങയുടെ 1/4 പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ മാങ്ങ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് 1 സ്പൂൺ വെച്ച് ഇതുപോലെ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഒരു 2 മണിക്കൂർ സെറ്റാക്കാൻ വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ പുഡിംഗ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണിത്. മാങ്ങയും തേങ്ങാപ്പാലും കൂടെ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണിത്. 2 ലെയറും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.